ലോകത്തെ വിറപ്പിക്കുന്ന സായുധ സംഘമെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഇപ്പോൾ കടലിലിറങ്ങി പിരിവ് തുടങ്ങാൻ പോവുകയാണ്. ആഗോള വാണിജ്യത്തെ ശ്വാസം മുട്ടിക്കുന്ന വലിയൊരു സമുദ്രക്കൊള്ളയാണ് ചെങ്കടലിൽ കളമൊരുങ്ങുന്നത്. ഇതോടെ ലോകരാജ്യങ്ങൾ ഒന്നാകെ വലിയ അങ്കലാപ്പിലായിരിക്കുകയാണ്. യമനിലെ ഹൂത്തി വിമതരാണ് ചെങ്കടലിലൂടെയും തന്ത്രപ്രധാനമായിട്ടുള്ള ബാബേൽ മണ്ടൈബ് കടലിടുക്കിലൂടെയും കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് ഫീസ് അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഗുണ്ടാപ്പിരിവ് ഈടാക്കാൻ ഒരുങ്ങുന്നത്. വെറുമൊരു ഭീഷണിയല്ല ഇത്. കഴിഞ്ഞ ജൂലൈയിൽ ഇറാൻ സന്ദർശിച്ച ഹൂത്തി നേതാക്കൾ ഈ പിരിവ് ഔദ്യോഗികമായി നടത്താൻ ഒരു പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. അതായത് ഇറാന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ അന്താരാഷ്ട്ര പിരിവ് സംഘം രംഗത്തിറങ്ങുന്നത്. സൗദി അറേബ്യയ്ക്ക് മേൽ നാവിക ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹൂത്തികൾ ഈ പുതിയ തന്ത്രം മെനയുന്നത്. നാളുകളായി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്ന ഇവർ ഇപ്പോൾ ആഗോള വ്യാപാര പാതകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള ഒരു മാഫിയ ശൈലിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ലോകത്തിലെ ഊർജ്ജ വിതരണത്തിന്റെ 4% കടന്നു പോകുന്നത് ബാബേൽ മണ്ടൈബ് കടലിടുക്ക് വഴിയാണ്. സൗദി അറേബ്യയുടെ വിതരണ ശൃംഖലയും ഇത് സാരമായി ബാധിക്കും. അങ്ങനെ ഒരു ലക്ഷ്യവും അവർക്കുണ്ട്. അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഇറാൻ തങ്ങളുടെ ഈ പ്രോക്സികളിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിന് സമാനമായി ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഏർപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഗുണ്ടാപിരിവ് ഏർപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കവും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. കടലിടുക്കിന്റെ സംയുക്ത നിയന്ത്രണത്തിനായുള്ള ഒമാന്റെ സമാധാന നിർദ്ദേശം പോലും ഇറാൻ ധാർഷ്ട്യത്തോടെ തള്ളിക്കളഞ്ഞു. ചുരുക്കത്തിൽ മേഖലയിലെ സമാധാനം തകർക്കുന്ന ഇറാനും അവരുടെ ബിനാമി ഗ്രൂപ്പുകളും ഇപ്പോൾ രാജ്യാന്തര സമുദ്രപാതകളെ തങ്ങളുടെ അധോലോക സാമ്രാജ്യമാക്കി മാറ്റുകയാണ്. ഈ ഗുണ്ടാപ്പിരിവ് ലോകം അനുവദിച്ചു കൊടുത്താൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ തന്നെ നട്ടെല്ലൊടിക്കും. രാജ്യാന്തര സമൂഹം സംയുക്തമായി കൂടുതൽ ശക്തമായ സൈനിക നടപടികളിലേക്ക് കടക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഇത്തരം മാഫിയ നീക്കങ്ങൾ അടിവരയിടുന്നത്.